വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതായത് റിയാക്ട് ജെ എസിൽ കോമ്പണൻസ്, CSS, ബൂട്ട്സ്ട്രാപ്പ്, ഈവൻറ്റ്സ്, അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് യൂസ് സ്റ്റേറ്റ് ഹുക്സിനെ കുറിച്ചാണ്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്റ്റിലെ പ്രോപ്സ് എന്നുള്ളൊരു ഫംഗ്ഷനുണ്ട്, ഫീച്ചറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ പ്രോപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് വാല്യൂ പാസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ പ്രോപ്സ് എന്ന് പറയുന്നത്. അതായത് തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ്, അതായത് പേരൻറ്റ് പേജിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും ചൈൽഡ് പേജിലോട്ട് നമുക്ക് വാല്യൂ പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോകളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡും കൂടിയാണ് പ്രോപ്സ്, അഥവാ ആർഗ്യുമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിൻ്റെ ഡെഫിനിഷൻ പറയാം. പ്രോപ്സ് ആർ ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ് ഇൻ ടു റിയാക്റ്റ് കോമ്പണൻറ്റ്. അതായത് ഒരു റിയാക്റ്റ് കോമ്പണൻറ്റിലോട്ട് നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നതിനെയാണ് പ്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് സിമിലർ ടു ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്. അതായത് ഇതൊരു ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റിനെ പോലെ സെയിം തന്നെയാണ്. വി യൂസ് ദ പ്രോപ്പ് ഇൻ റിയാക്ട് ടു പാസ് ഡാറ്റ ഫ്രം വൺ കോമ്പണൻറ്റ് ടു അനദർ കോമ്പണൻറ്റ്. അതായത് ഒരു കോമ്പണൻറ്റിൽ നിന്നും മറ്റൊരു കോമ്പണൻറ്റിലോട്ടും നമ്മൾ ഡാറ്റ പാസ് ചെയ്യാനായിട്ട് പ്രോപ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോപ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് പോകാം, എങ്ങനെയാണ് നമുക്കൊരു പ്രോപ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എക്സാമ്പിളിനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു കൗണ്ടർ ആപ്പാണ് യൂസ് സ്റ്റേറ്റിൻ്റെ. അപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട. അപ്പോൾ കൗണ്ടർ ആപ്പ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ അതെല്ലാവരും ചെയ്തിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചെയ്തവർ തീർച്ചയായിട്ടും ആ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു അതായത് റിയാക്റ്റിൻ്റെ പോപ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കുറേ വാർണിങ്സ് വരുന്നുണ്ട്. ഇതൊന്നുമല്ല, അൺയൂസ്ഡ് ആയിട്ടുള്ള വേരിയബിൾ അല്ലെങ്കിൽ കോമ്പണൻസ് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ മുകളിലുള്ള കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അൺയൂസ്ഡ് കോമ്പണൻസുകളാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. ഇതൊരു ഇഷ്യൂ ആയിട്ട് കരുതണ്ട. ഇത് വൺസ് ഇഫ് നമ്മളിത് റെൻഡർ ചെയ്ത് ഇത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത കോമ്പണൻസുകൾ ആ ഒരു ബിൽഡിൽ നിന്നും കമ്പൈലർ നെഗ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും, റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ പ്രോപ്സിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കോമ്പണൻറ്റിനകത്ത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് .js. ഓക്കെ, ഞാൻ ഇനി അതിൻ്റെ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. RFCE. ഇത് നമ്മുടെ ES എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് വരുന്നതാണ്. നേരത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ആ ഫങ്ഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? സ്റ്റേറ്റ് നെയിം ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് സ്റ്റേറ്റ് നെയിം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ആ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻസ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ടാഗ് ആഡ് ചെയ്തു. ഈ ടാഗിന് ഞാനൊരു കളർ കൊടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മളുടെ ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ബൂട്ട്സ്ട്രാപ്പിൽ ധാരാളം കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ഇതിനൊരു വാണിംഗ് കളർ കൊടുക്കാം. അതായത് വാണിംഗ് എന്ന് പറയുന്നൊരു കളർ നമുക്ക് അവൈലബിൾ ആണ്. അതിനുശേഷം ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, സ്റ്റേറ്റ്. ഞാനൊരു ഡോട്ട് ഇട്ടു. ഈ ഡോട്ടിൽ നമുക്ക് ഇനി വരുന്ന അതായത് പാസ് ചെയ്ത് വരുന്ന സ്റ്റേറ്റിൻ്റെ നെയിം ഏതാണോ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഡോട്ട് ഇട്ടുള്ളത്. ഇവിടെ ഇതിന് ശേഷം നമുക്കൊരു എക്സ്പ്രഷൻ കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന് താഴെ ഒരു H2 അല്ലെങ്കിൽ H3 ടാഗ് കൊടുത്തു. അതായത് H2നേക്കാളും കുറച്ച് താഴെയുള്ള ടാഗാണ്, കുറച്ചും കൂടി സ്മോൾ ലെറ്ററിലായിരിക്കും. ഇവിടെ ഞാൻ ലാംഗ്വേജ് എന്ന് കൊടുത്തു. ഓക്കെ, ഇതിന് ഞാൻ കാര്യമായിട്ട് സ്റ്റൈലൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു ടാഗും കൂടി ഞാൻ ആഡ് ചെയ്തു. സെയിം അല്ലെങ്കിൽ H2 അല്ലെങ്കിൽ H4 ഞാൻ സെയിം ടാഗ് കൂടി ആഡ് ചെയ്യും.
നമ്മൾ ടാഗ് ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, ഓപ്പണിംഗ് ടാഗ് തന്നെയല്ലേ ക്ലോസിംഗ് ടാഗ് എന്ന്. ഇവിടെ ഞാൻ പോപ്പുലേഷൻ എന്ന് കൊടുത്തു, പോപ്പുലേഷൻ. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കോമ്പോണൻറ്റിനെ നമ്മുടെ ഹെഡർ സെക്ഷനിലോട്ട്, ഈ ഒരു ഹെഡർ സെക്ഷനിലോട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യാം. അതായത് നമ്മൾ ആ ഒരു കോമ്പോണൻറ്റിനെ ഹെഡർ സെക്ഷനിൽ റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹെഡർ സെക്ഷനിലോട്ട് നമുക്ക് ഇങ്ങോട്ട് വന്ന് നോക്കാം. അവിടെ യൂസ് സ്റ്റേറ്റ്, ലാംഗ്വേജ്, പോപ്പുലേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കളർ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് കളർ റിഫ്ലക്റ്റ് ആകാത്തതെന്ന്. അപ്പോൾ VG വാർണിംഗ് ഒരു ഓക്കെ, ഇപ്പോൾ ആ കളർ അവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളൊരു കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു, അത് റീയൂസ് ചെയ്തു. ഇനി ഇതിന് അകത്ത് ഞാനൊരു കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ക്ലാസ് കൂടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടെയ്നറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓൾറെഡി നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഒരു കണ്ടെയ്നർ ഉപയോഗിക്കാം. ഓക്കെ, കണ്ടെയ്നർ അതിൻ്റെ ടാഗ് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് കൊടുക്കാം, ക്ലോസിംഗ് ടാഗ് താഴെയായിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് അലൈൻമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു കണ്ടെയ്നറിനകത്ത് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന കോമ്പണൻറ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെഡർ എന്നുള്ള സെക്ഷനിൽ നിന്നും നമുക്ക് അതിനെ വാല്യൂ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാം. അപ്പോൾ വാല്യൂ പാസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രോപ്സ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ഒരു പ്രോപ്സ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് നമുക്ക് കൊടുത്തു നോക്കാം. ആ പ്രോപ്സ് കൊടുക്കേണ്ടത് ഇവിടെ, ആർഗ്യുമെൻ്റ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഇതൊരു ഫംഗ്ഷനാണ്, അതായത് കോമ്പോണൻ്റ് എന്ന് പറയുന്നൊരു ഫങ്ഷണൽ കോമ്പോണൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പ്രോപ്സ് എന്ന് ടൈപ്പ് ചെയ്തു, പ്രോപ്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഇതൊന്നും ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ജസ്റ്റ് പ്രോപ്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഈ പ്രോപ്സിലോട്ട് ഇവിടെ നിന്നും വാല്യൂ പാസ് ചെയ്യാം. അതായത് നമുക്ക് ഹെഡർ സെക്ഷനിൽ നിന്നും വാല്യൂ പാസ് ചെയ്യാം. ഇവിടെയാണല്ലോ നമ്മൾ ആ കോമ്പോണൻറ്റിനെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വാല്യൂ പാസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ നെയിം എന്ന് കൊടുത്തു. ഓക്കെ, നെയിം എന്ന് കൊടുത്തതിന് ശേഷം ഞാനിവിടെ അത് സെലക്ട് ചെയ്തു. അതിന് ശേഷം കേരള എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോറി, ഇത് നമുക്ക് അതായത് ഡബിൾ കോഡ്സിനകത്തോ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിനകത്തോ ഫിക്സ് ചെയ്യാം. അതിന് ശേഷം ഈ നെയിം നമുക്ക് ഇവിടെ വിളിച്ച് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. അതായത് പ്രോപ്സ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞ് വിളിക്കേണ്ടി വരും, കാരണം ഈ പ്രോപ്സിനകത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. കേരള എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ ഹെഡർ സെക്ഷനിൽ നിന്നുമാണ് പാസ് ചെയ്തത്. ഹെഡർ സെക്ഷനിൽ നിന്നും കേരള സ്റ്റേറ്റ് എന്ന് പാസ് ചെയ്തു. അത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പണൻറ്റിനകത്ത് പ്രോപ്സ് ആയിട്ട് നമ്മൾ വിളിച്ചു. ഇവിടെ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് നമ്മളത് ഇവിടെ ഷോ ചെയ്യിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇനി ലാംഗ്വേജ് നോക്കാം. പ്രോപ്സ് ഡോട്ട് ലാങ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ലാങ് എന്ന് പറയുന്ന വേർഡ് ആയിരിക്കണം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് വർക്കാവില്ല. അപ്പോൾ ഞാനിവിടെ ലാങ് എന്ന് കൊടുത്തു. അതിനുശേഷം കെർലി ബ്രാക്കറ്റിനകത്ത് സിംഗിൾ കോഡ്സിനകത്ത് മലയാളം എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കിയാൽ നമുക്ക് ലാംഗ്വേജ് മലയാളം എന്ന് കാണാം. ഇനി നമുക്ക് പോപ്പുലേഷൻ ആഡ് ചെയ്യാം. പോപ്പുലേഷൻ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പോപ്പുലേഷൻ തന്നെ കൊടുക്കാം. പോപ്പുലേഷൻ. ഓക്കെ, പോപ്പുലേഷൻ നമുക്ക് നമ്പറിൽ കൊടുക്കാം. നമ്പറിൽ ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ സെയിം നമുക്ക് ഈ സ്റ്റേറ്റിനകത്ത് വിളിക്കാം. പോപ്പുലേഷനകത്ത് നമുക്ക് സ്റ്റേറ്റ് സെയിം വിളിക്കാം. പ്രോപ്സ് ഡോട്ട് പോപ്പുലേഷൻ. ഇപ്പം നമുക്ക് ഈ ഒരു പോപ്പുലേഷനും കൂടി ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു കോമ്പോണൻറ്റിലോട്ടോ നമുക്ക് വാല്യൂ പാസ് ചെയ്യാൻ സാധിക്കും. ഈ ആർഗ്യുമെൻ്റ്, അതായത് ഒരു പ്രോപ്സ് വഴി. ഇതിന് പറയുന്നത് പ്രോപ്സ് എന്നാണ്, പക്ഷേ ഇതൊരു ഫങ്ഷണൽ ആർഗ്യുമെൻ്റ് കൂടിയാണ്.
അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ സാധിക്കും. നമുക്കിനി ഒരു നല്ലൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് പോലെ ഇത് വീണ്ടും കോപ്പി ചെയ്തു, സെയിം സ്റ്റേറ്റിനെ നമ്മൾ റീയൂസ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ABC, അതുപോലെ തന്നെ ലാങ് എ, അതുപോലെ തന്നെ EC, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പേര് തന്നെ കൊടുക്കാം. തമിഴ്നാടു തമിഴ് എന്ന് കൊടുക്കാം. തമിഴ്, ഇവിടെ നമുക്ക് പോപ്പുലേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കർണാടക എന്ന് കൊടുക്കാം. ഓക്കെ, ലാംഗ്വേജ് കൊടുത്തു. ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം, നമുക്കിവിടെ കേരള വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കന്നഡ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ 3 പ്രാവശ്യം ആ ഒരു കോമ്പണൻറ്റിൻ്റെ കോപ്പി എടുത്ത് നമ്മൾ അതിൻ്റെ സ്റ്റേറ്റും അതുപോലെ തന്നെ ലാംഗ്വേജും അതുപോലെ തന്നെ പോപ്പുലേഷനും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കിട്ടിയത്. ഇനി നമുക്കിതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിൽ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റിൽ നേരത്തെ കണ്ടു ഒരു ബ്ലോഗ്സ്, ആ ബ്ലോഗ്സിൻ്റെ കുറേ കോപ്പികൾ, അതായത് ആ ബ്ലോഗ്സ് തന്നെ പല യൂസേഴ്സും എഴുതിയ ബ്ലോഗ്സുകൾ നമുക്ക് കാണാൻ സാധിച്ചു. സോ അതുപോലെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റിനെയും ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സ്റ്റേറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിനകത്ത് ഇതുപോലെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് നെയിം എന്ന് പറഞ്ഞ് ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. നെയിമിന് ഞാൻ നെയിം എന്ന കീക്ക് ഞാൻ ഇവിടെ കേരള എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഈ ലാങ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ലാംഗ്വേജിന് നമ്മുടെ മലയാളം കോപ്പി ചെയ്ത് കൊടുത്തു. ഇതൊരു അറേയിൽ മൾട്ടിപ്പിൾ വാല്യൂ ആയിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ പോപ്പുലേഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്തു. അതിനുശേഷം പോപ്പുലേഷൻ ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി മൾട്ടിപ്പിൾ സ്റ്റേറ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ChatGPT ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്നും കൂടി കുറച്ച് ഡാറ്റാസും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഇതിനകത്തോട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ChatGPT ഇവിടുന്ന് നേരത്തെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഈ JSON എക്സാമ്പിൾ കൊടുത്തു. ആഡ് മോർ സ്റ്റേറ്റ് ഡീറ്റെയിൽസ് ലൈക്ക് ദിസ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് പല സ്റ്റേറ്റുകളെയും ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കോപ്പി ചെയ്യാം. ഇവിടെ നിന്നും ഇത് കോപ്പി ചെയ്തു, അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ധാരാളം സ്റ്റേറ്റുകൾ നമുക്കിവിടെ ലഭ്യമായി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതിനെ ഇവിടെ നിന്നും പോപ്പുലേറ്റ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്നും പോപ്പുലേറ്റ് ചെയ്യാം. ജസ്റ്റ് പോപ്പുലേറ്റ് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് നമുക്ക് മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സിൽ മാപ്പ് ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഈ ഒരു കർലി ബ്രാക്കറ്റിലിട്ടതിന് ശേഷം ആൻഡ് കൊടുത്തു. അതായത് സ്റ്റേറ്റിന് ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത് സ്റ്റേറ്റിനകത്ത് വാല്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ സ്റ്റേറ്റ് ഒന്നും കൂടി എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം സ്റ്റേറ്റ് ഡോട്ട് മാപ്പ് എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ മാപ്പ് ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ മാപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് ഐറ്റം എന്നോ സ്റ്റേറ്റ് എന്നോ ഞാൻ കൊടുത്തു. അതിനുശേഷം ആരോ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ അതിനെ പോപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു സ്റ്റേറ്റിനെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സ്റ്റേറ്റ് ഒന്നും മാറിയിട്ടില്ല, പക്ഷേ കുറേ കന്നഡ നമുക്ക് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു സ്റ്റേറ്റിനകത്തുള്ള നെയിം ഉപയോഗിക്കാം. ഓക്കെ, നെയിം ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കാം. ലാങ് നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് പോപ്പുലേഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ മുകളിലുള്ള സ്റ്റേറ്റ് ഞാനിപ്പോൾ ഹൈഡ് ചെയ്യാം. കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക എന്ന്. കണ്ടോ, അതായത് നമ്മുടെ ആ ഒരു JSON അകത്തുള്ള കംപ്ലീറ്റ് സ്റ്റേറ്റും ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഫോർ ലൂപ്പ്, അതായത് മാപ്പിംഗ് ഫംഗ്ഷനിലൂടെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിനെ ഐറ്ററേറ്റ് ചെയ്തു, അതായത് റീയൂസബിൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചത്. ഇനി നമുക്കിത് വേറൊരു രീതിയിലും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് നമ്മൾ ഹെഡർ സെക്ഷനകത്താണ് ഇത് ചെയ്തത്. സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോപ്സിനെ നമുക്ക് സ്റ്റേറ്റിനെ നമുക്ക് ഇതിനകത്തോട്ട് പാസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സെയിം സ്റ്റേറ്റ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാനിത് നമുക്കിത് കമൻറ്റ് ചെയ്യാം. ഈ സെക്ഷൻ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്സ് വേരിയബിളിനകത്തോട്ട് നമുക്ക് ഈ സ്റ്റേറ്റിനെ തന്നെ നമുക്ക് പാസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന പേജിലോട്ട് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റേറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഞാനിതിന് കൊടുക്കുകയാണ്. അതായത് സ്റ്റേറ്റ് ഈക്വൽ ടു സ്റ്റേറ്റ്, അതായത് തീർച്ചയായിട്ടും കർലി ബ്രാക്കറ്റിനകത്ത് തന്നെ ഇത് കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റേറ്റിനകത്തോട്ട് ഞാൻ സ്റ്റേറ്റ് പാസ് ചെയ്തു. പക്ഷേ ഇവിടെ ഒന്നും വന്നില്ല. ബിക്കോസ് നമ്മൾ പ്രോപ്സ് ഇവിടെ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ളത് പ്രോപ്സ് എന്നാണ്. അപ്പോൾ പ്രോപ്സിനകത്ത് ഡോട്ട് നെയിം എന്നാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊരു അറേ ആണ്. അപ്പോൾ അറേ വിളിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഐട്രേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ആ ഒരു പേരിനെ സ്റ്റേറ്റ് തന്നെ ഒന്ന് വിളിച്ചു. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഐട്രേഷൻ കൊടുക്കാം ഈ ഒരു ഡിബിനകത്ത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഈ ഡിബിനകത്ത് നമുക്കൊരു ഫ്രാഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫ്രാഗ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്തിനാണ് ഫ്രാഗ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ മാപ്പിംഗ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതിനായിട്ട് നമുക്കൊരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫസ്റ്റ് 2 ആൻഡ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ആ സ്റ്റേറ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചു. മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചതിന് ശേഷം മാപ്പ് ഫംഗ്ഷനകത്ത് നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂയുടെ ഒരു കോപ്പി, അതായത് ഒരു സെക്ഷൻ ആയിരിക്കും. മാപ്പ് ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ ഐറ്റം എന്ന് പറയുന്നതിൽ ഒരു അറേ മാത്രമേ വരികയുള്ളൂ അറ്റ് എ ടൈമിൽ. അതിന് ശേഷം ആരോ ഫംഗ്ഷൻ ഉപയോഗിച്ചു. ആരോ ഫംഗ്ഷൻ ഉപയോഗിച്ചതിന് ശേഷം ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ എറർ വരുന്നുണ്ട്. പ്രോപ്സ് എന്ന് പറയുന്ന വേരിയബിളിലാണ് നമുക്ക് എറർ വരുന്നത്. കാരണം പ്രോപ്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേരിയബിൾ ഐറ്റം എന്ന് മാത്രമാണ്. ഐറ്റം. ഓക്കെ, അങ്ങനെ നമ്മൾ അതായത് സ്റ്റേറ്റ്, ലാംഗ്വേജ്, പോപ്പുലേഷൻ കംപ്ലീറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ആ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ JSONിലുള്ള ആ ഒരു ഒബ്ജക്റ്റ് ആറേ ഡീറ്റെയിൽസ് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രോപ്സിനെ അതായത് പാരാമീറ്ററിനെ ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക്, ഒരു വാല്യൂവിനെ ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് പാസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ നമ്മുടെ ലാസ്റ്റ് ചെയ്യുന്ന ഫൈനൽ പ്രൊജക്റ്റിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, പല രീതിയിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം, പല ഡിസൈനിങ്ങിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ലേൺ അബൌട്ട് എന്ന് പറയുന്ന ജസ്റ്റ് ഒരു സെക്ഷൻ മാത്രമാണ്, ഒരു ടാഗ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ബൂട്ട് സ്ട്രാപ്പിനകത്ത് നമുക്ക് പല കോമ്പണൻസും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കോമ്പണൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കാർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിനകത്ത് അവൈലബിൾ ആണ്. കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടാകും റിയാക്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റിലോട്ട് പോകാം. കോമ്പണൻസിൽ പോയതിന് ശേഷം ഇതിനകത്ത് കാർഡ്സ് എന്ന് കാണാം. അതായത് ഇതാണ് കാർഡ്സ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഇവിടെ സ്റ്റേറ്റ്, അതിൻ്റെ പോപ്പുലേഷൻ ഡീറ്റെയിൽസ്, അതുപോലത്തെ അല്ലെങ്കിൽ മിനിമം എന്തെങ്കിലും കാർഡ് ഉണ്ടാകും. ഇപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഹൈട്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോമ്പണൻ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു നമ്മുടെ പ്രോപ്സ് ടെസ്റ്റ് ചെയ്യണം. അതായത് ഒരു പാരൻ്റ് കോമ്പൗണ്ടിൽ നിന്നും ചൈൽഡ് കോമ്പൗണ്ടിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വാല്യൂ പാസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം.
എന്നാൽ മാത്രമേ നല്ലൊരു പ്രോഗ്രാമർ ആവാൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് കൂടിയാണ്, അതായത് പ്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നത് കണ്ടീഷണൽ റെൻഡറിങ് ആണ്. അപ്പോൾ കണ്ടീഷണൽ റെൻഡറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈഫ് അല്ലെങ്കിൽ അത് ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഒരു വാല്യൂസിനെ എങ്ങനെ ഹൈഡ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഷോ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. സോ നെക്സ്റ്റ് വീഡിയോ സെക്ഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.